എല്ലാവർക്കും സുഖമല്ലേ? സ്കൂളിൽ പഠിച്ചിട്ടുള്ള കൂട്ടുകാർ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതല്ലേ. നമ്മളിന്ന് ഒരാളെ കാണാൻ വേണ്ടി പോവാം. അത്ര എളുപ്പമൊന്നുമല്ല അവരുടെ അടുത്ത് പോകണല്ലേ. കാരണം വെച്ചാൽ ആ കാണുന്ന മലയില്ലേ, എൻ്റെ പുറകെ കാണുന്ന ആ മലയെല്ലാം താണ്ടി ഒരു 3-4 കിലോമീറ്റർ മല ഇറങ്ങി വന്ന് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആടാണ്. അപ്പോൾ നമുക്ക് അവളെ നിന്ന് കാണാൻ പോയാലോ? പുള്ളിക്കത്തി ആ മലയുടെ മുകളിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീട്ടിലോട്ടുള്ള കാഴ്ചയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഇടുക്കി ജില്ലയുടെ ഒരു സ്ഥലമാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, വാ. നമ്മളിപ്പോൾ പോകുന്ന ഇടുക്കി ജില്ലയിലെ ചിപ്പുകളാണ്. തൊടുപുഴയിൽ നിന്നും ഏകദേശം 22ഓളം കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഫുള്ള് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലൊക്കെ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ഷൈബി മാത്രമല്ല, ചെപ്പോളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ചെപ്പോളം പള്ളി. വളരെ മനോഹരമായിട്ടുള്ളൊരു മലയ്ക്ക് താഴ്വാരത്തിലാണ് ആ ഒരു പള്ളി ഇരിക്കുന്നത്. ആ പള്ളിയുടെ അവിടെ നിന്ന് തൊട്ട് മുന്നോട്ട് ഇതുണ്ടോ, ഈ ഒരു കയറ്റം കയറി ഒരു ഏകദേശം 2 കിലോമീറ്ററോളം കുത്തനെ കയറ്റമാണ്. നമുക്ക് നടന്നു പോലും പോകാൻ പറ്റാത്ത അത്രയും വലിയ കയറ്റം കയറി വേണം പോകാൻ കേട്ടോ. കുറേ ഭാഗം നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂള് ചെപ്പോളം സ്കൂളാണിത്. അന്ന് UP സ്കൂളായിരുന്നു. ഇന്നിപ്പോൾ എത്ര വരെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഷൈബി ഇപ്പോൾ അയർലൻഡിലെ നേഴ്സാണ്. നാട്ടിൽ ലീവിൽ വന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അന്ന് അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും കോൺക്രീറ്റ് റോഡേ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് കോൺക്രീറ്റൊക്കെ ഇട്ട് അത്യാവശ്യം ഒരു ഓട്ടോയ്ക്കെങ്കിലും ഓട്ടോ കയറുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അത്രയും വലിയ കയറ്റമാണ് കേട്ടോ. ഞങ്ങൾ ആക്റ്റീവയ്ക്കാണ് വന്നത്. ആക്റ്റീവയുടെ വലിയ മുട്ടി പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഈ കയറ്റം കയറില്ല കേട്ടോ. ഇടയ്ക്ക് ഇറങ്ങിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന കയറ്റം ഉണ്ടല്ലോ, ശരിക്കും ആക്റ്റീവ് പോലും കയറ്റില്ലാത്ത വലിയ ഭയങ്കര കയറ്റം കേട്ടോ. കൃത്യം 1/2 കിലോമീറ്റർ ഇങ്ങനെ കിടക്കുന്ന കയറ്റം. നീയും കിടക്കുവാ മലയ്ക്ക് മേലോട്ട്, വാ. ഷൈബി, നിന്നെ കാണാൻ ഞങ്ങൾ ഇത്രയും വലിയ ശബരിമല പോലെ ഇത്രയും വലിയ മലയിലായിരിക്കും കേട്ടോ. ഈ മലയ്ക്ക് മുകളിൽ കണ്ടോ കുരുമുളക് കൃഷി ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. എന്നാലും കൂടുതലും തെങ്ങും കുരുമുളകും വാഴയൊക്കെ ഈ മലയ്ക്ക് മുകളിൽ വലിയ വാഴ ഉണ്ടാവും. കാരണം വേനൽക്കാലമായ വെള്ളത്തിന് ഇച്ചിരി ക്ഷാമമുണ്ട്. പിന്നെ ജാതിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും കുറേ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും കുറച്ചുകൂടെ മലയ്ക്ക് മുകളിൽ ചെന്നാൽ പിന്നെ കൃഷിയൊക്കെ കുറയും. കാരണം വെച്ചാൽ ചെങ്കുത്തായ പാറകളാണ് മൊത്തം. ഈ കാണുന്ന കയറ്റം ഉണ്ടല്ലോ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കേട്ടോ, ഭയങ്കര കയറ്റമാണ്. എനിക്ക് വേണം നടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ മുട്ടിടിക്കും നിലത്ത്. അതുപോലുള്ള കയറ്റം കേട്ടോ. എൻ്റെ ഷൈബി, നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ മിക്കവാറും ഇച്ചിരി പാടുപെടേണ്ട വരും കേട്ടോ, വാ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ വിട്ടിരുന്ന എന്തോരം കശുവാമ്പഴം പറിച്ചിരുന്ന കാലഘട്ടം അല്ലേ. എൻ്റെ കിടന്ന് ഓർമ്മ പൊക്കത്തില്ല. ജോലി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. തലചാടിയോ? ഇല്ല. ഈ കശുമാമ്പഴത്തിൻ്റെ രുചി ഒരു കമർപ്പും ഒരു മധുരം കൂടെ കൂടി. ഇവനെ ആദ്യം അടത്തിയെടുക്കാം കേട്ടോ. നല്ല പഴുത്ത് മധുരമായിട്ട് വന്നോളൂ കേട്ടോ. ഇപ്പം സൈഡ് വിഷയം കഴിച്ചു കേട്ടോ. ഞാൻ ഇപ്പം സൈഡ് കഴിക്കാം. ഇത് കാണുമ്പോൾ എല്ലാവർക്കും കൊതി വരും. കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിലെ ഒരു ആപ്പിൾ തന്നെയായിരുന്നു ഈ ഒരു കശുമാമ്പഴം. മധുരമുണ്ട് അല്ലേ? പല്ലി നല്ലൊരു കമർപ്പ് വരും ചിലപ്പം. എൻ്റെ പൊന്ന് ഷൈബി, ശരിക്കും പറഞ്ഞാണല്ലോ ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ചെപ്പോളം മലയിൽ നിന്ന് എത്ര കുട്ടികളാണ് വന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും മല താണ്ടി വന്ന്. പക്ഷേ കഷ്ടപ്പെട്ടതിന് ദൈവം നല്ല ഒരു പ്രതിഫലം തന്നെ കൊടുക്കും കേട്ടോ. അയ്യോ കേട്ടോ, ഞങ്ങൾ കയറി വന്നേക്കണേ ഇറക്കം. അതെ, താഴെ നിന്നാട്ടോ ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കടയിൽ നിന്ന് തന്നെ. പറഞ്ഞാണ്ടല്ലോ, ഇതുപോലെ മലയ്ക്ക് മുകളിൽ താമസിക്കുന്ന എത്ര ആൾക്കാരെന്നറിയോ. പഞ്ചായത്തൊക്കെ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇവർക്ക് ആ ഫുള്ള് വീട്ടിലുള്ള കോൺക്രീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്തൊരു കഷ്ടപ്പാടാണ് ഇവിടെ കയറി ചെല്ലുന്നു. നമ്മൾ പോയപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മൊത്തം ഉണങ്ങി കിടക്കും കേട്ടോ. ഒരുപാട് കൃഷിയൊന്നും ചെയ്യുന്ന ആൾക്കാരില്ല. എന്നാലും കൃഷി കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരെ ജീവിക്കുന്നത്. ഈ ഒരു മലയ്ക്ക് മുകളിൽ കൃഷി എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയോ. അങ്ങനെ കുറേ കാലം കൂടിയാണ് ഷൈബിനെ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വളരെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. എന്നാലും ഷൈബി അയർലൻഡിൽ നിന്ന് വന്നേ പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നാലും നമ്മൾ കൂടെ പഠിച്ചവർ എപ്പോഴും ഒരു എന്നാ പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു പ്രിയപ്പെട്ടവരാണല്ലോ. എത്ര കാലം കൂടി കാണാൻ ഷൈബി. നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ അത് വീട് പിന്നെ എടുത്തില്ലേ? അല്ല, എടുത്തോന്നല്ലേ ചോദിച്ചേ? മടുത്തോന്ന്. ഓ, മടുപ്പ് നമുക്കൊരു വിഷയം കേസല്ല. അതൊന്നും വിഷയം കേസല്ല.
നമ്മുടെ മലയ്ക്ക് ഇതല്ലേ മറ്റേ പറഞ്ഞു വേണ്ട നമ്മളിവിടെ പറപ്പിക്കാൻ പറ്റുന്ന നിന്റെയൊക്കെ നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ സ്കൂളിലോട്ട് വരാണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ പകുതി ആൾക്കാർ ഒരു ഇവിടെ ഈ മലയില്ല കേട്ടോ. എനിക്ക് വേണേൽ ഷൈബിയുടെ വീട് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അപ്പുറത്തോട്ടില്ല. പിന്നെ അപ്പുറത്തോട്ട് വലിയ മലയാണ്, ഞാൻ കാണിച്ചില്ല നിങ്ങൾ. ആ മലയുടെ അപ്പുറത്തോട്ട് ഈ ഒരു പറമ്പുകാട്ട് മല കറങ്ങി നമ്മൾ ചെപ്പോളം ആ ഒരു ഇരിക്കലും മുടി ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വരും. ഇവിടെ ഒരു 2-3 വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഈ മലയുടെ മുകളിലോട്ട്. അപ്പോൾ എന്തായാലും ഇവരെ കുറച്ച് ഏരിയ അങ്ങനെ കോൺക്രീറ്റ് ചെയ്യേണ്ട, അതൊക്കെ എത്രയും പെട്ടെന്ന് പഞ്ചായത്തുകാർ ചെയ്ത് കൊടുക്കുക. ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമാവും. എനിക്കൊണ്ട് ജീപ്പിനെ ചെപ്പോളം ഈ മലയ്ക്ക് മുകളിൽ കയറി വരാൻ ഏകദേശം 200 രൂപയോളം ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്ക് പല ആവശ്യങ്ങൾക്കായി ഇങ്ങനെ ജീപ്പൊക്കെ വിളിക്കാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊന്നും ഈ മലയ്ക്ക് മുകളിലില്ല കേട്ടോ. എന്നാലും ഇതുപോലെ ആൾക്കാർ മലയ്ക്ക് മുകളിൽ ഇപ്പോഴും താമസിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ ഇങ്ങനെ പല ഭാഗങ്ങളിലും നമ്മൾ പോയാൽ ഇങ്ങനെ മലയ്ക്ക് മുകളിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം നമ്മളൊക്കെ ഈ മലയുടെ അടിവാരത്താണ് താമസിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഈ ഒരു മലയുടെ മേളിൽ നിന്ന് 3-4 കിലോമീറ്റർ ഇതുപോലെ നടന്നിറങ്ങിയാൽ ഇപ്പം നീ മലയ്ക്ക് മുകളിൽ കയറുന്ന എനിക്ക് സംശയം കേട്ടോ. ഇവിടെ ആരെങ്കിലൊക്കെ പോയിട്ട് വന്നാൽ പിന്നെ കയറാൻ പാടാന്ന് പറഞ്ഞു കേട്ടോ. അന്നത്തെ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ മലയ്ക്ക് മുകളിൽ നിന്നൊക്കെ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഷൈബയുടെ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളാണ്. ഞാൻ നല്ല പച്ചപ്പുള്ള സമയത്ത് എടുത്തുള്ള വിഷ്വൽസ് ആട്ടോ. നമ്മുടെ മുകളിൽ കാണുന്ന പറമ്പുകാട്ട് മലയാണ്, താഴെ കാണുന്ന നമ്മുടെ ഇരികല്ലും പാറയാണ്. ഇരികല്ലും പാറയുടെ നിന്ന് അവിടെ നിന്ന് കുറച്ചൊരു 3-4 കിലോമീറ്റർ അങ്ങനെ പോയാൽ ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും, ഒന്നും പാറ എന്നുള്ളത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ മലയുടെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ മലയാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ മലനിരകളൊക്കെ കേട്ടോ. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ചെപ്പോളം മലയിൽ. ഈ ചെപ്പോളം മലയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഇത് ഇപ്പോൾ ഈ ഒരു 1-2 വർഷമായുള്ളൂ കോൺക്രീറ്റ് ആയിട്ട്. അന്ന് ഷൈബിയുടെയൊക്കെ ചെറുപ്പകാലത്തിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നേ. ഇതൊക്കെ ഇതുണ്ടോ, ഇതുപോലെ കിടന്ന വഴിയാണ്. നടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ വീഴുക. വിഷ്ണു ഇപ്പോൾ വീണാനേ എന്നാൽ ആലോചിച്ച് നോക്കി, എത്ര കഷ്ടപ്പെട്ട ഓരോ ഇടുക്കി ജില്ല നല്ല ഈ മലയോര മേഖലയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്നത്. പഴയ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയിലേക്ക് പോയി ഒരു നിമിഷം കേട്ടോ. ഇങ്ങനെ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളറിയില്ല ഈ കയറ്റൊന്നും കയറാൻ അറിയില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നല്ലേ. ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ കൂടെ പഠിച്ചവരെപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും അവരെയൊന്നും മറക്കാതിരിക്കുക. നമുക്കെപ്പോഴും എല്ലാവരെയും സഹായിക്കാൻ പറ്റിയെന്നിരിക്കില്ല, പക്ഷേ ചെറിയൊരു വാക്കുകൾ കൊണ്ട് പോലും നമുക്കവരെ സന്തോഷിപ്പിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.